നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്രയൊന്നും നമ്മളും പ്രതീക്ഷിച്ചല്ലോ ജാനകി. ഇവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ ഇവരെ തിരിഞ്ഞു നോക്കുമായിരുന്നു. ഭാവനയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ജാനകി. അവൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. അതെ പപ്പേട്ട, നമുക്കിങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചോ? വിധിയെ തടയാൻ ആർക്കും പറ്റില്ലല്ലോ. നമ്മളെ പറ്റിച്ച പന്ന റാസ്കലിനെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും, നോക്കിക്കോ. അന്ന് ഞാൻ എന്റെ മുതലും പലിശയും തിരിച്ചു വാങ്ങും. കേസിന്റെ കാര്യം എന്തായി പപ്പേട്ട? കേസ് കൊടുത്തോ? കൊടുക്കാൻ ജാനകി, ഇന്ന് തന്നെ കൊടുക്കാം. വക്കീല് കോടതിയിൽ നിന്ന് വന്നിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. വീട് നമുക്ക് തിരികെ കിട്ടുന്ന രീതിയിൽ ആ കംപ്ലൈന്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കല്ലേ പപ്പേട്ട? ഒടുവിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇല്ല ജാനകി, പറ്റിപ്പോയില്ലേ. ഒരു കണക്കിന് നമ്മുടെ കാശും പോയത് നന്നായി. ഇല്ലെങ്കിൽ നമ്മളാണ് കാശ് മുക്കിയെന്ന് എല്ലാരും പറഞ്ഞേനെ. പണം ഇരട്ടിപ്പിക്കാൻ നോക്കുന്നവർക്കെല്ലാം കിട്ടുന്ന പണിയാ നമുക്കും കിട്ടിയത്. ആ രാമഭദ്രനെ പപ്പേട്ടൻ പിന്നെ കണ്ടോ? അവനും പെട്ടിരിക്കുക ജാനകി. അവൻ നമ്മൾ വഴി കൊടുത്തതൊക്കെ കണക്കില്ലാത്ത കാശാണെന്നാ വക്കീല് പറഞ്ഞത്. അതുകൊണ്ടാ രാമഭദ്രൻ നമുക്കെതിരെ കേസ് കൊടുക്കാതെ വീട് കൈയടക്കി വെച്ചിരിക്കുന്നത്. തൽക്കാലം നമ്മൾ രഹസ്യമായി വേണം നീങ്ങാൻ. ബാക്കിയൊക്കെ വക്കീൽ നോക്കിക്കോളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ വീട് തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും. സമാധാനപ്പെടുക.